പ്രൊഫസർ റോണി കെ ബേബി, ഈ കേസിൻ്റെ പ്രാധാന്യം അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അറിയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് SFIO ഇത് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ റിപ്പോർട്ട് അവിടെ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. 185 കോടി രൂപയുടെ അഴിമതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ ഉൾപ്പെട്ട കേസാണ്. സംസ്ഥാനത്തെ പ്രതിപക്ഷമാണ് UDF. UDFിൻ്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മാസപ്പടി കേസിൽ UDFിലെ പ്രമുഖ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് എന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്നു. രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന പ്രമുഖ നേതാക്കളെല്ലാം ഈ മാസപ്പടി കേസിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ടാണോ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈ അഴിമതി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടും UDF നേതാക്കൾ മിണ്ടാതെ വായടച്ചിരിക്കുന്നത്? പ്രൊഫസർ റോണി കെ ബേബി. ഹൈക്കോടതിയിൽ ഇന്നലെ SFIO നൽകിയ റിപ്പോർട്ട് അത് പുതിയതൊന്നും അല്ലല്ലോ. ഒരു 1.5 വർഷം മുമ്പ് തന്നെ ഈ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെ കണക്കിൽപ്പെടുത്താതെ അല്ലെങ്കിൽ മറ്റ് പാഴ്ചെലവുകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് 185 കോടി രൂപ അതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. അത് അഴിമതിയായി സംഭാവനകളോ ഒക്കെ ആയി അല്ലെങ്കിൽ ഇവര് അവിഹിതമായി സ്വാധീനിക്കാൻ വേണ്ടിയൊക്കെ ഈ പറയുന്ന CMRL നൽകിയ തുകയാണ് എന്ന് കണ്ടെത്തിയതാണ്. 5ഓളം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഇത് ആദ്യം നമുക്കറിയാം ഇവിടെ തുടങ്ങിയത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അത് എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ED വരുന്നു, SFIO വരുന്നു, ഇൻകം ടാക്സ് വരുന്നു. അങ്ങനെ 4-5 തലങ്ങളിൽ നടക്കുന്ന അന്വേഷണമാണ്. ഈ 185 കോടിയുടെ ഒക്കെ കണക്ക് അന്ന് പുറത്തു വന്നതാണ്. ഇന്ന് വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ നിലപാടും സ്റ്റാൻഡും ഞങ്ങളുടെ നേതാക്കന്മാര് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ഇത് കൃത്യമായി തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി അന്ന് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും സംഭാവന മേടിക്കും. അങ്ങനെ ഞങ്ങൾ സംഭാവന മേടിച്ചതാണ്. ഏത് അന്വേഷണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന KSIDCയും അതുപോലെ തന്നെ ഈ CMRLലും ഹൈക്കോടതി തൊട്ട് ഡൽഹി ഹൈക്കോടതി വരെ പോയ പോലെ ഒരു കോടതിയിലും ഒരു കോൺഗ്രസിന്റെ നേതാക്കളും ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നോ തടഞ്ഞു വെക്കണമെന്നോ അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കണമെന്നോ എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ആരും പോയിട്ടില്ല. ഞങ്ങൾ സ്റ്റാൻഡ് വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ പറഞ്ഞ SFIO ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ 1 വർഷമാകുന്നു. ഈ 1 വർഷമായിട്ട് ഈ SFIO എന്ത് നടപടിയാണ് ഇതിൻ്റെ അകത്ത് സ്വീകരിച്ചത് എന്നതിന്റെ ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതി ഈ പറയുന്ന SFIOയുടെ അന്വേഷണം അവിടെ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവര് ഒരേ സമയം തന്നെ കർണാടക ഹൈക്കോടതിയിലും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലും ഈ SFIO അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയതാണ്. പക്ഷെ 2 ഹൈക്കോടതികളും SFIOക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. നിങ്ങൾ ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക. KSIDC ഇവിടെ 83 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് CS വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭന അഭിഭാഷകനെ കൊണ്ടുവന്ന് കേരള ഹൈക്കോടതിയിൽ കേസ് വാദിച്ചു. ആ കേസിന്റെ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഒരു കോടതിയും ഈ പറയുന്ന SFIOയുടെയോ അല്ലെങ്കിൽ മറ്റ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയോ അന്വേഷണത്തെ ഇതേവരെ ഈ പറയുന്ന സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അല്ല തടസ്സപ്പെടുത്തിയിട്ടില്ല, നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ഉയരുന്ന പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് SFIOയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ EDയോ അതുപോലെയുള്ള അന്വേഷണ ഏജൻസികൾ തുടർ നടപടികളിലേക്ക് കടക്കാത്തത്? ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം എന്താ, ഇപ്പോൾ പോലും എന്താ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMRL ഹർജി കൊടുത്തു. എന്താണ്, ഈ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഈ പറയുന്ന SFIOയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഓൾറെഡി തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുവാനായിട്ട് SFIOയ്ക്ക് റൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻകം ടാക്സ് അവർ ശേഖരിച്ച രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികളുമായി പങ്കുവെക്കാൻ പാടില്ല തുടങ്ങിയ ഒരു നിയമപരമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടില്ല എന്നോ 185 കോടി രൂപ കൊടുത്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് അവിടെയാണല്ലോ മാസപ്പടി. ഇവിടെ അവതാരകൻ ആദ്യം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളെല്ലാം മാസപ്പടി മേടിച്ചു. ഇതിനകത്ത് മാസപ്പടിയായി മേടിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കേരളം ഭരിക്കുന്ന സശൽ പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടി മാത്രമാണ് മാസപ്പടി. ബാക്കിയെല്ലാം സംഭാവനകളുടെ കണത്തിലാണ്. അതിനകത്ത് PV ഒക്കെ ഉണ്ട്. ഇതിനകത്ത് RC OC മാത്രമല്ല, അതിനകത്ത് PV യും ഉണ്ട്. PV ആരാണെന്നൊക്കെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. കാരണം ഇവിടെ RC OC മാത്രം പറഞ്ഞാൽ പോരല്ലോ. ആരാണ് PV? ഈ ശശിധരൻ കർത്തായുടെ, കരുണാൽ കർത്തായുടെ ഡയറിയിലുള്ള
PV ആരാണ് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം അല്ല, PV എന്നുള്ള ആളും PV പിണറായി വിജയൻ എന്നുള്ള ആളും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭാവനയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ അതിന് മറുപടി പറയും? സംഭാവനയാണ് വാങ്ങിയത്, കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയതുപോലെ പാർട്ടിക്ക് വേണ്ടി സംഭാവന വാങ്ങി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലോ? ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇതിന്റെ അകത്ത് പേര് വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ RC ആണ്. രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം ഈ കാലയളവിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടൊക്കെ നമുക്കറിയാം, കോൺഗ്രസും BJP എല്ലാ പാർട്ടികളും അവർ രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ സംഭാവന മേടിക്കാറുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറഞ്ഞു എന്തുകൊണ്ടാണ് PV എന്ന് പറയുന്ന വ്യക്തി ഇതേവരെ ഒരു വാക്കുപോലും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പേര് പറയുന്നത് PV താനല്ലെന്നോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ എന്നോ, അല്ലെ PV എന്ന് പറയുന്ന പേരിൽ അന്വേഷണം നടക്കട്ടെ എന്നോ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ താൻ CPM-ന് വേണ്ടി സംഭാവന മേടിച്ചതാണെന്നോ ഇതുവരെ PV പറഞ്ഞിട്ടില്ലല്ലോ. PV ഇന്നേ വരെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും, അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ, അവരുടെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്, അവർക്ക് എങ്ങനെയാണ് 1,72,00,000 രൂപ കൊടുക്കാത്ത സേവനങ്ങൾക്ക് ഒരു സേവനം കൊടുത്തിട്ടില്ല. ആ കമ്പനി തന്നെ ഇപ്പോൾ പൂട്ടിക്കെട്ടിപ്പോയി. ആ കമ്പനിയുടെ അഡ്രസ് ചെയ്യുന്നത് AKG ഓഫീസാണ്. അതാണ് പ്രസിദ്ധമായി പോയിന്റ് എന്ന് പറയുന്നത്. AKG ഓഫീസിന്റെ അഡ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു കടലാസ് കമ്പനിക്ക് 1,72,00,000 രൂപ. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, 50 ലക്ഷം രൂപ വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്തിനാണ് വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക്, അവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ 11 മാസത്തേക്ക്, ഒരു മാസം 5 ലക്ഷം രൂപ വെച്ച്, അതാണല്ലോ മാസപ്പടി എന്ന് പറയുന്നത്. 11 മാസം 5 ലക്ഷം രൂപ വെച്ച് എങ്ങനെയാണ് ഈ പറയുന്ന 55 ലക്ഷം രൂപ ഈ വീണ തായ്ക്കണ്ടിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോയത്? എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? അവിടെയാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്. ഏതൊരു നേതാവിനെയും വീട് വളഞ്ഞ് നമ്മൾ കണ്ടു. അരവിന്ദ് അങ്ങ് പറയുന്ന ആരോപണങ്ങൾ വളരെ കൃത്യമാണ്. പക്ഷേ ഇതൊന്നും സംസ്ഥാനത്തെ UDF നേതാക്കളോ പ്രതിപക്ഷമോ ഇതൊന്നും ഉയർത്തുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ പേരുകൾ കൂടി ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇല്ല. യാതൊരു ഇന്നലെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ട് ഒരു പ്രസ്താവനയും കണ്ടില്ല. പ്രൊഫസർ റോണി കെ ബേബിയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. അങ്ങ് ഈ ചാനൽ ചർച്ചയിൽ അങ്ങയുടെ അഭിപ്രായം കൃത്യമായി പറയുകയും ചെയ്തു. 3 ആഴ്ചക്ക് മുന്നേ പോലും അതെ, 3 ആഴ്ചക്ക് മുമ്പ് അല്ലല്ലോ റിപ്പോർട്ട് സമർപ്പിച്ചത്, ഇന്നലെയല്ലേ?